CPI എറണാകുളം ജില്ലാ മുൻ സെക്രട്ടറി പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന് ജില്ലാ കൌൺസിലിന്റെ അംഗീകാരം. 7 പേർ കുറ്റക്കാരെന്ന റിപ്പോർട്ട് ജില്ലാ കൌൺസിൽ ശരിവച്ചു. സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഇവർക്കെതിരെ കടുത്ത നടപടിയെടുക്കും. എസ് രാഗിൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. രാഗിൻ, പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ പാർട്ടിക്കെതിരെ ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് വിവാദങ്ങൾ ഉടലെടുക്കുന്നത്. ഈ വിവാദങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. 7 പേരാണ് കുറ്റക്കാരെന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഈ 7 പേർ? അന്വേഷണ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? CPI നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയും MLAയുമായിരുന്ന പി രാജുവിന്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു. രാജുവിന്റെ മരണത്തിന് ആക്കം കൂട്ടിയത് പാർട്ടിയുടെ സംഘടനാ നടപടിയും ആണെന്നാണ് നേരത്തെ അവർ വ്യക്തമാക്കിയത്. ഇതേ തുടർന്ന് ഈ വിവാദങ്ങൾ പാർട്ടിയെ ഏറെ പ്രതിരോധത്തിലാക്കിയിരുന്നു. തുടർന്നാണ് അന്വേഷണ കമ്മീഷനെ നിശ്ചയിച്ചിരുന്നത്. 3 അംഗ കമ്മീഷനായിരുന്നു ഉണ്ടായിരുന്നത്. അവർ നേരത്തെ റിപ്പോർട്ട് ജില്ലാ എക്സിക്യൂട്ടീവിൽ വച്ചിരുന്നു. അവരുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് പ്രധാനമായും ഈ പി രാജുവിന്റെ മരണം വിവാദമാക്കാൻ പഴയ ഇസ്മയിൽ പക്ഷക്കാർ ശ്രമിച്ചു എന്നതായിരുന്നു കണ്ടെത്തൽ. പാർട്ടി ജില്ലാ നേതൃത്വത്തെ മോശമാക്കാൻ ഇവർ ബോധപൂർവം ശ്രമിച്ചു. ഇത് മുൻനിർത്തി പാർട്ടി പിടിക്കുകയായിരുന്നു ലക്ഷ്യം തുടങ്ങിയ ആരോപണങ്ങളാണ് വന്നിരുന്നത്. പ്രധാനമായും മുൻ എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി KN സുഗതൻ, സഞ്ജിത്ത്, KN ഗോപി, നിക്സൺ, റെജിമൺ തുടങ്ങിയ നേതാക്കൾക്കെതിരെയായിരുന്നു ആ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ആ റിപ്പോർട്ടാണ് ഇന്ന് ജില്ലാ കൌൺസിലിന് മുൻപാകെ വെച്ചത്. ആ കൌൺസിൽ അത് അംഗീകരിച്ചിരിക്കുകയാണ്. ഈ 7 പേർ കുറ്റക്കാരാണെന്ന റിപ്പോർട്ടാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ CPIയിൽ സമ്മേളന കാലയളവാണ്. സമ്മേളന കാലയളവിൽ നടപടി സാധ്യമല്ല. അതുകൊണ്ട് സമ്മേളനത്തിന് ശേഷം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നേരത്തെ എറണാകുളം ജില്ലയിൽ ഇസ്മയിൽ കാനം പക്ഷങ്ങൾ തമ്മിൽ വലിയ പോരാട്ടം നടന്ന ഒരു ജില്ലയാണ്. നേരത്തെ ഇസ്മയിൽ പക്ഷമായിരുന്നു എറണാകുളം ജില്ലയിൽ. അത് മറികടന്നുകൊണ്ട് ഇപ്പോൾ കാനം പക്ഷം കൈയടക്കിയിരിക്കുകയാണ്. ഈ ഒരു വിഷയം ഈ പല കാര്യങ്ങളിലും വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. എന്തായാലും നേതാക്കൾക്കെതിരെ നടപടി വരുമെന്ന് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.